കെ.എസ്.ആർ.ടി.സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കണ്ണൂർ റോഡിൽ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികരായ ഫായിസ് അലി, മുഹമ്മദ് ഫർസാൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് വിശദാംശങ്ങൾ? സമീർ സി മുഹമ്മദ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. കെ.എസ്.ആർ.ടി.സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് കണ്ണൂർ റോഡിൽ ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. ബൈക്ക് യാത്രികരായ ഫൈസ് അലി, മുഹമ്മദ് ഫർസാൻ എന്നിവരാണ് മരിച്ചത്. ഇരുവരും പാലക്കാട് മണ്ണാർക്കാട് സ്വദേശികളാണ്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എന്താണ് ഈ അപകട വാർത്തയുടെ വിശദാംശങ്ങൾ? ഈ സംഭവം ഉണ്ടായത് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൻ്റെ അരികിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ബീച്ച് ഗാന്ധി റോഡിൽ നിന്ന് വരികയായിരുന്നു ഈ ഇരുചക്ര വാഹനം. അതാണ് കെ.എസ്.ആർ.ടി.സി ബസ്സുമായി കൂട്ടിയിടിച്ചത്. കോഴിക്കോട് കണ്ണൂർ റോഡിൽ ഓടുന്ന KL15A 2262 കെ.എസ്.ആർ.ടി.സി ബസ്സുമായാണ് ഈ ബൈക്ക് കൂട്ടിയിടിച്ചത്. യുവാക്കൾക്ക് വലിയ രീതിയിലുള്ള പരിക്ക് അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ട്രാഫിക് പോലീസും ഒപ്പം തന്നെ നാട്ടുകാരും ചെയ്തുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. വലിയ രീതിയിലുള്ളൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. KL 504353 നമ്പറുള്ള ഈ ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ മണ്ണാർക്കാട് സ്വദേശികളായിട്ടുള്ള 2 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഫായിസ് അലി 22 വയസ്സ്, സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് ഫർസാൻ 22 വയസ്സ് എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. പുലർച്ചെ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടം, ഇവിടെ സിഗ്നലുണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ യുവാക്കളുടെ ഈ ഒരു വാഹനത്തിലേക്ക്, അതായത് ഗാന്ധി റോഡിൽ നിന്ന് കയറി വരുന്ന വേളയിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു ഈ ഒരു അപകടമുണ്ടായത്. ഇപ്പോൾ ഇവിടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും സ്വദേശമായിട്ടുള്ള മണ്ണാർക്കാട്ടേക്ക് കൊണ്ടുപോകുക. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിദാരുണമായ ഒരു സംഭവമാണ്. 2 യുവാക്കൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. വലിയ ഒരു വേദനയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. വേണു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.